അസ്സലാമു അലൈക്കും, വെൽക്കം ടു മീ ചാനൽ. ഇന്ന് ഞാൻ കിഴങ്ങ് ബജ്ജിയാണ് റെഡിയാക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് വേണം നമ്മൾ കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കറ ചുവയ്ക്കുകയല്ല, അത് നമുക്ക് കഴുകി എടുക്കുമ്പോൾ കിഴങ്ങിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഞാനിനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചതിന് ശേഷം ചെറുതായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. നീളത്തിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിലും കുറച്ചുകൂടെ കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഇതുപോലെ നൈസായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്കിലും കിഴങ്ങ് ബജ്ജിക്ക് നല്ല ടേസ്റ്റ് കാണുള്ളൂ. കട്ടി കൂടുതലാണെങ്കിൽ കിഴങ്ങ് അധികം വേവില്ല. അപ്പോൾ അതിനനുസരിച്ച് നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. നോക്കുക, എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കടലമാവാണ് എടുത്തത്. അതേ അളവിൽ തന്നെ 1/4 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ കിഴങ്ങ് ബജ്ജി റെഡിയാക്കുന്നത് അതിനനുസരിച്ച് അളവുകൾ കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ എരിവ് കുറവ് വേണമെങ്കിൽ കാശ്മീരി ചേർത്താൽ മതി. ഞാൻ കാശ്മീരിയാണ് ചേർത്തത്. പെരുജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർക്കുക. ചേർത്തില്ലെങ്കിലും ടേസ്റ്റ് കാണും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ മാവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഫോർക്കോ വിസ്കോ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് മതി. വെള്ളം അല്പാൽപ്പം ഒഴിച്ചതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂണുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കാൻ മറന്നു പോയതുകൊണ്ടാണ് ആദ്യം ചേർക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളമായി പോകരുത്, ഒരുപാട് കട്ടിയാവരുത്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവിൻ്റെ അളവ്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് മാവിലേക്ക് മുക്കിയതിന് ശേഷം കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കിഴങ്ങ് വെള്ളം കളഞ്ഞതിന് ശേഷം ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ പൊങ്ങി വരും. ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇത് ചുട്ടെടുത്തത്. അപ്പോൾ നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ അന്നേരം ഒരു അരമണിക്കൂറേലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം കിഴങ്ങൊക്കെ നന്നായിട്ട് പൊങ്ങി വരും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ വെളുത്തുള്ളി ചേർത്തത് കൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരില്ല. അതുപോലെ പെരിഞ്ചീരകമൊക്കെ ചേർത്തത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുക. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ആയത് ഇതുപോലെ എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി. ചൂട് ചായക്കൊപ്പം നല്ല അടിപൊളി കടിയാണ്. ചൂടോട് കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡിയാക്കി ഉടനെ കഴിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ചട്നിയുടെ കൂടെ സെർവ് ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും.